അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ഇനി യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന ശക്തമായ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. നുഴഞ്ഞുകയറ്റക്കാരെ ഇന്ത്യയിലേക്ക് തള്ളാൻ ശ്രമിച്ച ബംഗ്ലാദേശിന് ഇന്ത്യൻ അതിർത്തി രക്ഷാ സേന നൽകിയ 8ന്റെ പണിയാണ് ഈ വാർത്ത. കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ബംഗ്ലാദേശ് കിടുങ്ങിയിരിക്കുകയാണ്. രാജ്യത്ത് അനധികൃതമായി തങ്ങുന്ന 2860 ബംഗ്ലാദേശ് പൗരന്മാരുടെ പൗരത്വം ഉടൻ സ്ഥിരീകരിക്കണമെന്നും ഇവരെ തിരിച്ചെടുക്കണമെന്നും ഇന്ത്യ ബംഗ്ലാദേശിനോട് കർശനമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ യാതൊരു രേഖകളുമില്ലാത്ത 400 പേരെ ഇതിനോടകം തന്നെ സുരക്ഷാ സേന തടഞ്ഞു വെച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ബംഗ്ലാദേശ് ഇതുവരെ യാതൊരു പ്രതികരണവും നൽകിയിട്ടില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. തങ്ങളുടെ പൗരന്മാരുടെ കാര്യത്തിൽ ബംഗ്ലാദേശ് പുലർത്തുന്ന ഈ മൗനം ഇന്ത്യയെ സംബന്ധിച്ച് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. കഴിഞ്ഞ മെയ് മാസം മുതൽ ഈ അനധികൃത കുടിയേറ്റക്കാരുടെ വിഷയം ഇന്ത്യ ധാക്കയുമായി, അതായത് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആഭ്യന്തര സെക്രട്ടറിമാർ തമ്മിൽ പലതവണ ചർച്ച നടത്തിയിട്ടും ഫലമുണ്ടായില്ല. നുഴഞ്ഞുകയറ്റം തടയാൻ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി സേനകൾ തമ്മിൽ ഏകോപിപ്പിച്ചുള്ള ബോർഡർ മാനേജ്മെന്റ് പ്ലാൻ ഉൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ ഇന്ത്യ വച്ചിട്ടും ബംഗ്ലാദേശ് ഒരു നടപടിയും സ്വീകരിച്ചില്ല. എന്നാൽ ഇന്ത്യയുടെ ക്ഷമയെ ദൗർബല്യമായി കാണാൻ ശ്രമിച്ച ബംഗ്ലാദേശിന് ഇപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ 4 ഇടങ്ങളിലായി BSFും ബോർഡർ ഗാർഡ് ബംഗ്ലാദേശും തമ്മിൽ നിലനിന്നിരുന്ന വലിയൊരു തർക്കത്തിൽ BSF നേടിയ വമ്പൻ വിജയമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. വെള്ളിയാഴ്ച മുതൽ അതിർത്തിയിലെ 0 പോയിന്റുകളിൽ കുടുങ്ങിക്കിടന്നിരുന്ന 40ഓളം ബംഗ്ലാദേശികളെ ഇന്ത്യയുടെ ശക്തമായ നിലപാടിനെ തുടർന്ന് ശനിയാഴ്ച പുലർച്ചെയോടെ ബംഗ്ലാദേശിന് തിരികെ കൊണ്ടുപോകേണ്ടി വന്നു. കുച്ച് ബിഹാറിലെ മേഖലാഗഞ്ചിൽ പാനിശാലയിലുള്ള 134 നമ്പർ പില്ലറിന് സമീപം 10 പേരാണ് മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നത്. ഇവരെ ഇന്ത്യ നിയമവിരുദ്ധമായി പുറന്തള്ളുകയാണെന്ന് ആരോപിച്ച് ആദ്യം സ്വീകരിക്കാൻ ബംഗ്ലാദേശിന്റെ BGB സേന തയ്യാറായിരുന്നില്ല. പ്രശ്നപരിഹാരത്തിനായി ഫ്ലാഗ് മീറ്റിംഗ് വിളിക്കാനുള്ള BSFന്റെ ആവശ്യവും അവർ തള്ളി. എന്നാൽ നമ്മുടെ BSF കൊടുത്തത് ചുട്ട മറുപടിയായിരുന്നു. അതിർത്തിയിൽ കുടുങ്ങിയവർ ബംഗ്ലാദേശികൾ തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന വീഡിയോകൾ BSF പുറത്തുവിട്ടതോടെ BGBയുടെ കള്ളത്തരം പൂർണ്ണമായും പൊളിയുകയായിരുന്നു. വലിയ സമ്മർദ്ദത്തിലായ ബംഗ്ലാദേശ് സേനയ്ക്ക് ശനിയാഴ്ച പുലർച്ചെ നടന്ന ചർച്ചകൾക്കൊടുവിൽ ഗത്യന്തരമില്ലാതെ തങ്ങളുടെ നിലപാട് മാറ്റി പൗരന്മാരെ തിരിച്ചെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. സ്വന്തം പൗരന്മാരെ ഇന്ത്യയിലേക്ക് തള്ളി ഭാരം കുറയ്ക്കാമെന്ന ബംഗ്ലാദേശിന്റെ വ്യാമോഹത്തിനേറ്റ ചരിത്രപരമായിട്ടുള്ള തിരിച്ചടി തന്നെയാണിത്. നുഴഞ്ഞുകയറ്റക്കാരെ വെച്ച് പൊറുപ്പിക്കില്ലെന്നും തെളിവുകൾ സഹിതം അവരെ അതിർത്തി കടത്തുമെന്നും BSF തെളിയിച്ചിരിക്കുകയാണ്. അനധികൃത കുടിയേറ്റം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നിരിക്കെ കേന്ദ്ര സർക്കാരിന്റെയും നമ്മുടെ അതിർത്തി രക്ഷാ സേനയുടെയും ഈ കർശന നടപടികൾ ഓരോ ഭാരതീയനും അഭിമാനം നൽകുന്നതാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.